ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്ന് നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കണം. ബിറ്റർ സീറ്റാണ്, മധുരവും കയ്പും വന്നിട്ടുണ്ട്. ഫോർഗീവ്നെസ്, ഐസൊലേഷൻ, മിസ്റ്റിസിസം, മിറക്കിൾ, പ്രയറാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പം പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക. കുറേ ആൾക്കാർ ചിലപ്പം ഉപാസനകളെടുത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നല്ല പ്രാർത്ഥനകൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം. ഈ കുറേ നാളുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സമയം നിങ്ങൾ ആദ്യം ചെയ്യണത് ഈ പ്രാർത്ഥനകളെ നിർത്തും. ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു സമയമുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ വെറുതെ എങ്കിലും ഇരിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മളുടെ മനസ്സിനെ കടിഞ്ഞാണിടാനുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഒരു സമയദോഷം ഉണ്ടെങ്കിലോ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മൾ ആരോടെങ്കിലും ഒന്ന് വഴക്കിടുമ്പോഴോ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടൂല, അപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കണ്ട, പക്ഷേ നമ്മൾ ആ നിശ്ചിതമായ ഒരു സമയം നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയം വെറുതെ ഇരിക്കുക. ആ സമയം എനിക്ക് പ്രാർത്ഥനയ്ക്ക് മാത്രം ഉള്ളതാണ്, വേറെ ഒന്നിനും ഉള്ളതല്ല. ആ ഒരു സമയം ഞാൻ അതിന് മാത്രം, ഇപ്പം വെറുതെ ഇരുന്നില്ലെങ്കിലും ഞാൻ ആ സമയത്ത് വേറെ ഒന്നും ചെയ്യില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ ആ സമയത്ത് വേറെ ഒന്നും ചെയ്യില്ല, ഞാൻ വെറുതെ ഇരിക്കും എന്നൊരു ചിന്ത നിങ്ങൾക്ക് വേണം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പതിയെ ഒന്ന് അടങ്ങിക്കോളും. ഈ ഒരു സമയം ഇനി എന്തൊക്കെ പറഞ്ഞാലും പ്രാർത്ഥിക്കുമെന്നുള്ളൊരു ചിന്ത. കാരണം പ്രയാസമാണ് ആദ്യം വന്നിട്ടുള്ളത്, പിന്നെ ബിറ്റർ സീറ്റ് വന്നിട്ടുണ്ട്, മധുരവും കയ്പും. ഇപ്പം രണ്ടും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും മാത്രമൊന്നുമില്ല. നമുക്ക് ദുഃഖവും സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്ന ആ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു കാര്യം, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആണ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഒളിച്ചോടാതിരിക്കുക. നമ്മൾ ഒളിച്ചോടി നമ്മൾ എവിടെ വരെ പോകുമെന്ന് ചിന്തിക്കുക. നമ്മൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ ഇഷ്യൂ നമ്മൾ ആദ്യം അത് നമ്മൾ എന്നൊന്ന് പഠിക്കുക. എന്താണ് നമ്മളൊന്ന് മാറി നിന്ന് നമ്മളല്ല ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് മാറി നിന്ന് നമ്മളൊന്ന് പഠിച്ചു നോക്കുക. രണ്ട് വ്യക്തികൾ തമ്മിൽ, അപ്പം രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ എന്താണ്, നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഒന്നുകൂടി പഠിക്കുക. എനിക്ക് ഞാൻ എന്താണ് മാറ്റേണ്ടത്? അറ്റാച്ച്മെൻ്റ് ആണോ, അതോ നമ്മൾ പുറത്തു കൊടുക്കാത്തതാണോ, ഈഗോയാണോ, എന്നിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക. നമ്മളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഈഗോയും ഇല്ലാതെ മാറ്റം വരുത്തുക. കാരണം നമ്മൾ മാറ്റം വരുത്തുമ്പോൾ നമുക്കാണത് നല്ലത്. ഇത് മറ്റൊരാളിലും അത് താണു പോകണില്ല. ആ ഒരു കാര്യം മറ്റുള്ള ഒരാളിൻ്റെ മുന്നിലും താണു പോകണില്ല. നമ്മൾ വീണ്ടും പ്യുവർ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ സോളിൻ്റെ ആ ഗുണങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എങ്കിൽ നമ്മൾ സ്വയം മാറി നിന്നൊന്ന് ചിന്തിച്ച് നമ്മളെ മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ വേറൊരാളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഓവർ അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അത് എവിടെയായാലും
ഓവർ അറ്റാച്ച്മെന്റ് മാറ്റി ആ ഒരു അറ്റാച്ച്മെന്റും സ്നേഹമൊക്കെ നമുക്ക് തന്നെ കൊടുക്കാം. ഇത് കൊടുക്കാൻ ആളില്ല എന്ന് വിചാരിച്ചാണ് ഇവർക്ക് കൊടുക്കണമെങ്കിൽ അത് വേണ്ട, നമുക്ക് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഈ സന്തോഷം ഉണ്ടെങ്കിൽ പോലും ആ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, പക്ഷെ ആ നല്ല കാര്യങ്ങൾ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനോ സമാധാനിക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റണില്ല. കാരണം നിങ്ങൾ ഇപ്പോഴും ആ ഒരു നെഗറ്റീവ് വൈബിലാണ് ഇരിക്കണതെന്നാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ്? ഫോർഗീവ്നെസ് കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ആർക്കെങ്കിലും മാപ്പ് കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഒരാൾ നമ്മളെ വേദനിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അതിനെ അനുവദിക്കണം. നമ്മൾ അനുവദിക്കാതെ ലോകത്തൊരാളിനും നമ്മളെ വേദനിപ്പിക്കാൻ പറ്റൂല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അങ്ങനെയല്ല, എക്സ്ക്യൂസാണ് എപ്പോഴും. എന്നാലും എന്നോടത് ചെയ്തല്ലോ, ഈ ആരെന്ത് ചെയ്താലും അത് ഇനി ആരെ ചെയ്താലും, അതായത് എന്നെ ചെയ്താൽ പോലും ഞാൻ ചിന്തിക്കുക, ഈ ഒരു വ്യക്തി എന്നെ പറ്റിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്നെ ചതിക്കണമെങ്കിൽ അത് ആദ്യം ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടാണ്. എൻ്റേതായ കുറവുകൾ മറ്റുള്ളവർ കണ്ടുപിടിച്ചത് കൊണ്ടാണ്, നമ്മളല്ലെങ്കിൽ അവരുടെ മുന്നിൽ അത് റിവീൽ ചെയ്തത് കൊണ്ടാണ് എന്നെ പറ്റിച്ചത്. അത് എപ്പോഴും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മളുടെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സൈഡ് കാണിച്ചു തന്നതിന് അവർക്ക് നന്ദി. കാരണം ഇനിയുള്ള ജീവിതത്തിൽ അത് ആവർത്തിക്കൂല എന്ന് വിചാരിച്ച് ഫോർഗീവ്നെസ് കൊടുക്കുക. ഇന്ന് നിങ്ങൾ ഫോർഗീവ്നെസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത്. ഐസൊലേഷനാണ്. കുറേ ആൾക്കാർ ഒന്നും ചെയ്യാനില്ലാതെ, നിങ്ങളുടെ മനസ്സ് എവിടെയെങ്കിലും അല്ല, പക്ഷെ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ കിച്ചണിൽ പണി ചെയ്യുന്നുണ്ടായിരിക്കും, കുട്ടികളെ നോക്കുന്നുണ്ടായിരിക്കും, ഓഫീസിൽ പോകുന്നുണ്ടായിരിക്കും, ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഇവിടെയെങ്ങും അല്ല, വെറും യാന്ത്രികമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യണം. ജീവിതത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊന്നും മനസ്സിലാക്കാതെ നമുക്ക് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. പലർക്കും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഹീലാകാത്ത പല കാര്യങ്ങളും കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഇനി എത്ര വലിയ ആൾക്കാരായാലും, അവർ സമൂഹത്തിൽ വളരെ വലിയ പദവിയുള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യില്ല. നമ്മൾ സമൂഹത്തിൻ്റെ ഒരു പദവിയും സ്പിരിച്വാലിറ്റി, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്പിരിച്വാലിറ്റിയും രണ്ടാണ് കേട്ടോ. ഇത് മനസ്സിലാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഇത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന്. പല ആൾക്കാരും ട്രോമ പറയുന്നത് വളരെ എൻജോയ് ചെയ്താണ് പറയണത്. എനിക്ക് പാസ്റ്റിൽ അങ്ങനെ ഉണ്ടായി, കുഞ്ഞുകാലത്തുണ്ടായതും പിന്നെ റിലേഷൻഷിപ്പിലുണ്ടായതും പിന്നെ ജോലി സ്ഥലത്തുണ്ടായതുമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അത് അവർ ഇമോഷൻ എടുത്താണ് പറയുന്നുണ്ടെങ്കിൽ അവരത് ഇപ്പോഴും ഹീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്കതിൽ എൻജോയ് ചെയ്യാൻ പറ്റണത്. ഈ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങൾ ഇമോഷണലി ഡൗൺ ആകുന്നുണ്ട്, നിങ്ങൾ അത് ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം ഹീലിംഗ് ആണ്. പാസ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക, പാസ്റ്റ് ട്രോമയെ ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോകാതിരിക്കുക. ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൊരു മിസ്റ്റിസിസം വന്നിട്ടുണ്ട്. ഇതൊരു അവേക്കണിങ് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കി തരുന്നൊരു കാർഡാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ ഒരു സമയത്താണ്. നിങ്ങൾക്ക് ഈ ജീവിതത്തിൻ്റെ നിഗൂഢതകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പക്ഷെ ചില കാര്യങ്ങൾ നമ്മളെ പിറകോട്ട് വലിക്കുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നു. ആ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് മാറ്റിയാൽ നിങ്ങൾ വേറെ ലെവലിലുള്ള ആൾക്കാരായി എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ കൊണ്ടു കിടക്കേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഞാൻ കൊണ്ടു കിടക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാകുന്നു എന്നുള്ളതാണ്. ഈ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ട്. പക്ഷേ പലപ്പോഴും അത് മാറാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അത് മാറാൻ ശ്രമിക്കുക. മിറക്കിളാണ്, ജീവിതത്തിൽ ഒരു മിറക്കിൾ വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ തരാമെന്ന് വിചാരിക്കും. അത് ചിലപ്പോൾ പൈസ ആയിട്ടോ അല്ലെങ്കിൽ വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളായിട്ടോ ചിലപ്പോൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളായിട്ടോ. അപ്പോൾ ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ഒരു മിറക്കിൾ തരുന്നത് ശരിക്കും ഒരു അത്ഭുതമെന്നല്ല, അതിനേക്കാളും ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ
മിറക്കിളാണ് ഈ മിസ്റ്റിസിസം എന്ന് പറയുന്ന ഒരു കാർഡിന്റെ കൂടെ വന്നിട്ടുള്ളത് മിറക്കിളാണ്. അപ്പം ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ അവ്യക്തമായത്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, പക്ഷേ എന്തോ നിഗൂഢമായ ഒരു കാര്യം, അത് ഒരു മിറക്കിളും കൂടെ കൂടി ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇങ്ങനൊരു കാര്യം വരണത് സ്പിരിച്വലായിട്ടുള്ള ഒരു ഇതിലാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ സ്പിരിച്വൽ പാത്തിൽ ഇനി പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കാം. അതിലൂടെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതമാർഗം പോലും അതായിരിക്കാം, നിങ്ങളുടെ ജീവിതം മാറുന്നുണ്ടായിരിക്കാം. അത് നമ്മൾ സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതം വളരെ പെട്ടെന്ന് മാറിപ്പോകൂട്ട, വളരെ വലിയ ചേഞ്ച് ഉണ്ടാവും. നമ്മളല്ലാതെ ചിലപ്പം വേറെ ബിസിനസ് ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു നല്ലതൊക്കെ ഉണ്ടാക്കി, അതിലപ്പുറമാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യം, എന്നാൽ നമുക്കെല്ലാം മനസ്സിലാകുന്നുമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ പോണത്. അത് നിങ്ങൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണത്. അത് മനസ്സിലാക്കുക, പൂർണ്ണമായും അത് പൂർണ്ണതയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ശരിയായിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ടായിരിക്കും, നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കും. ന്യൂ ലൈഫാണ്, ഒരു പുതിയ ജീവിതം നിങ്ങൾ ആരംഭിക്കാൻ പോകണമെന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളോ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല ഇനി നിങ്ങളുടെ മുന്നോട്ട് പോകുമ്പം. ചിലപ്പോൾ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയും, ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പും ഹാബിറ്റ്സും ഒക്കെ നിങ്ങൾ വിട്ടുകളയാം. ചിലപ്പോൾ സൗഹൃദങ്ങളായിരിക്കും കേട്ടോ. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സൗഹൃദങ്ങൾ കൊണ്ടാണ് നമ്മൾ പോകണമെങ്കിൽ നമ്മളുടെ സമയനഷ്ടം, ധനനഷ്ടം, നമ്മളുടെ എനർജി നഷ്ടം, ഇങ്ങനെയുള്ള കുറേ സൗഹൃദങ്ങൾ, റിലേഷൻഷിപ്പ്, അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പ് നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ കട്ട് ചെയ്തൊരു പുതിയ ജീവിതത്തിലേക്ക് പോകുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. മെസ്സേജിൻ്റെ ബോട്ടിലാണ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു മെസ്സേജ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ആയിരിക്കാം. ഇന്നത്തെ ദിവസമായിരിക്കും ഇത് നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അത് എയറിലാണ് കേട്ടോ ഈ ഒരു മെസ്സേജ്. ഒരു കുപ്പിയിലടച്ച് വെച്ചൊരു മെസ്സേജ് ഉണ്ട്, കുറച്ച് നിഗൂഢമായൊരു മെസ്സേജ് ആയിരിക്കാം. അത് ഉടനെ നിങ്ങളിലേക്ക് എത്തും എന്നാണ് കാണുന്നത്. എത്തട്ടെ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കാം ആ ഒരു മെസ്സേജ്. ടൈം ഫോർ എ നാപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാനാണ്, ഒന്ന് റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഓവർ തിങ്കിങ് ഒക്കെ നിർത്തി നിങ്ങളിപ്പോൾ എടുക്കാൻ പോണ ഒരു ഡിസിഷനൊക്കെ ഒന്ന് ഡിലേ ആക്കി നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് നിൽക്കേണ്ട ഒരവസ്ഥയാണെന്നാണ്. ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങളെല്ലാ കാര്യങ്ങളും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യുക. കാരണം ഇപ്പം നിങ്ങൾ കുറച്ച് ടയേർഡായിരിക്കും, കാരണം ആവശ്യമില്ലാത്ത ചിന്തകളാണല്ലോ, ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് സ്ട്രെസ്സാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് നിർത്തി ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കാൻ. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഈ ഒരു സമയം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ഹറി ബറി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ ഇന്നത്തെ ദിവസം എടുക്കണ്ട എന്നാണ് കാണണം. നോക്കാം. ഇനി എനർജിയാണ് നിങ്ങളുടെ ഫെമിനൈൻ എനർജി. അതായത് ക്രിയേറ്റീവ് എനർജി ഒന്ന് എവേക്കണാകുന്നൊരു സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റൊക്കെ വേണം നിങ്ങൾക്ക്. വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരുപാട് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. വളരെ മെച്ചുവേർഡായിട്ടുള്ള ഒരു എനർജിയാണ്. ഹീലിംഗ് എനർജി കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഹറി ബറി ആയിട്ട് എടുക്കാൻ പോണ തീരുമാനം വേണ്ട. ഒന്ന് പോസ് ചെയ്ത് ഈ ഒരു കാര്യം ഇപ്പം ചെയ്യേണ്ടതുണ്ടോ, സംസാരിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കേണ്ടതുണ്ടോ എന്ന് ഒന്നുകൂടി ആലോചിക്കാനാണ് പറയുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതിൻ്റെ ബോട്ടം മന്ത്രിയുള്ള ഹയർ പവറാണ്. അപ്പം നിങ്ങൾ ഒരു ഹയർ ആയിട്ടുള്ള ഒരു പവറുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഹയർ റെയിലുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്.
അപ്പം അതിൻ്റെ മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു എനർജി നിങ്ങൾ സ്വീകരിക്കുക. കാരണം ഈ ഒരു സമയം നിങ്ങൾ ടയേർഡ് ആയതുകൊണ്ട് ആ ഒരു എനർജി നിങ്ങളെ കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.